ഏട്ടാ, ഏട്ടൻ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? റൂമിന് പുറത്തിറങ്ങി കുറച്ച് മാറിയുള്ള വെയിറ്റിംഗ് ഏരിയയിലിരിക്കുകയായിരുന്ന അവിടെ അടുത്ത് വന്നിരുന്ന് അഞ്ചു തിരക്കി. എന്തേ? എനിക്കിവിടെ ഇരുന്നോടെ? കൂർത്ത കണ്ണുകളെ അവളെ നോക്കി ചോദിച്ചു അവൻ. അയ്യോ, അങ്ങനെയല്ല ഏട്ടാ. ഞാനൊരു കാര്യം ചോദിച്ചാൽ സമ്മതിക്കേട്ടാ? അഞ്ചു കുട്ടികളെ പോലെ കൊഞ്ചുകൊണ്ട് അവന്റെ തോൾ ചാഞ്ഞിരുന്ന് തിരക്കി. നിന്റെ ആ തേപ്പുകാരി ഫ്രണ്ടിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണെങ്കിൽ നീ ചോദിക്കണ്ട. കനത്ത മുഖത്തോടെ അഭി പറഞ്ഞു. എന്റെ നിവിയെക്കുറിച്ച് പറയുമ്പോൾ തേപ്പെന്ന വാക്ക് ഉപയോഗിക്കല്ലേട്ടാ. അവൾ ആടെയും പിന്നാലെ പ്രണയം പറഞ്ഞു പോയിട്ടില്ല. അവൾ നിറഞ്ഞ മനസ്സോടെ പ്രണയിച്ചവനെ വേണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ഏട്ടാ അവൾ തേപ്പുകാരിയാവുന്നത്? അഞ്ച് സങ്കടത്തിൽ ചോദിച്ചു. എനിക്കറിയില്ല. എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല. ഇവിടെ ആര് തേച്ചെങ്കിലും നമ്മളതൊന്നും പറയേണ്ട കാര്യമില്ല. എന്നാലും അനുഭവം കൊണ്ട് പറഞ്ഞു പോയതാണ്. പെട്ടെന്ന് പറഞ്ഞു പോയൊരു വാക്ക് അത് വേണ്ടിയിരുന്നില്ല എന്നോർത്തുകൊണ്ട് അവി പറഞ്ഞു. അവൾ പാവാണ് ഏട്ടാ. എട്ടും പൊട്ടും തിരിയും മുൻപ് അതിന്റെ പിന്നാലെ നടന്ന് പ്രണയം പറഞ്ഞ് അവളെ സമ്മതിപ്പിച്ചതാണ്. ഒടുവിൽ ഒരു കല്യാണ നിശ്ചയം വരെ അത് വന്നെത്തി. പിന്നെയും 1.5 വർഷങ്ങൾക്കിപ്പുറം പണം ഇല്ലാത്തതിന്റെ പേരിൽ അയാളായിട്ട് വേണ്ടെന്ന് വെച്ചതാണ് അവളെ. അയാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയതുകൊണ്ട് മാത്രം നോവ് തിങ്ങുന്ന ഹൃദയവും പേര് ജീവിക്കുന്നവൾ ഒരിക്കൽ ഏട്ടന്റെ കൂടെ കടന്നുപോയ വഴിയിലൂടെ തന്നെയാണ് ഇപ്പോൾ നിവിയും നടക്കുന്നത്. വീട്ടിൽ കൊണ്ടുപോകണ്ടെങ്കിൽ വേണ്ട, പക്ഷെ അവളെ ഒരു ചതീത്തിയായി ഏട്ടൻ കാണരുത്. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചിട്ടും മെല്ലെ പറഞ്ഞു അഞ്ചു. പോട്ടെ, ഏട്ടൻ പെട്ടെന്ന് എന്തോ ഓർത്ത് പറഞ്ഞതാണ്. വാടിയിരിക്കുന്ന അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിഷമത്തോടെ അഭി പറഞ്ഞു. എന്നാ പിന്നെ അവൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് കൂടെ കൊണ്ടുപോയാലേട്ടാ. അവൾക്ക് അങ്ങനെ പോകാൻ ഒരിടവുമില്ല. 2 ദിവസം അവിടെ നിർത്തിയിട്ട് അവൾക്ക് വയ്യൊക്കെ മാറിയിട്ട് ഞാൻ തന്നെ അവളെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ഇടാം. ഏട്ടാ പ്ലീസ്, സമ്മതിക്കോ? മുഖമൊക്കെ ചുളുക്കി തന്നെ ദയനീയമായി നോക്കിക്കൊണ്ടിരിക്കുന്നവളോട് ഇനി എതിർത്ത് പറയാൻ വയ്യാതെ അവളെ നോക്കിയിരുന്നു അഭി. പ്ലീസ് ഏട്ടാ, എൻ്റെ നല്ല ഏട്ടനല്ലേ, ഒന്ന് സമ്മതിക്കോ? അഞ്ച് കെഞ്ചിക്കൊണ്ട് അവനെ നോക്കി. പെണ്ണിന്റെ തലയിൽ തലോടിക്കൊണ്ട് അവന് നേർമിൽ നീട്ടി മൂളി. എൻ്റെ ഏട്ടൻ അല്ലെങ്കിൽ നല്ലതാണ്. അബിയുടെ കവൾ ചുണ്ടാമർത്തി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ സമ്മതിച്ചൊക്കെ ശരി തന്നെ. 2 ദിവസം, അത് കഴിഞ്ഞാൽ അതിനെ ഹോസ്റ്റലിൽ പറഞ്ഞു വിട്ടേക്കണം. അവളൊരു ആഹ്ലാദ പ്രകടനം കാണി ചിരി ഒളിപ്പിച്ചുകൊണ്ട് അബി പറഞ്ഞു. അതൊക്കെ ഞാൻ തന്നെ കൊണ്ടുവിട്ടുള്ള ഏട്ടാ. അവനെ വിട്ട് രാധികയോടായി പറയാനേ ഓടുന്നിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു. അമ്മേ, ഡിസ്ചാർജ് ആയാൽ നിവയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഏട്ടൻ സമ്മതിച്ചു. മുറിക്കുള്ളിലേക്ക് ഓടി വന്നവരെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അഞ്ചു പറഞ്ഞു. ശരിക്കും സമ്മതിച്ചോ? നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ചാടിത്തുള്ളി പുറത്തേക്ക് പോയതാണല്ലോ. പിന്നെ എന്ത് പറ്റി പെട്ടെന്ന് സമ്മതിക്കാൻ? പനിയുടെയും കഴിച്ച മരുന്നിന്റെയും മയക്കത്തിൽ കിടക്കുന്ന നിവിയുടെ കയ്യിൽ തലോടിക്കേണ്ടവർ നേർത്തൊരു ആകാംക്ഷയോടെ തിരുക്കി. അതൊക്കെയുണ്ട്, സീക്രട്ടാണ്. അഞ്ച് സന്തോഷത്തോടെ പറഞ്ഞിട്ട് അവർക്കടുത്തിരുന്നു. നിവിയെ നമ്മൾ വീട്ടിലേക്ക് കൂട്ടുവാണെന്ന് ലക്ഷ്മി വിളിച്ചൊന്നും പറയണ്ട അഞ്ചു. നീ എൻ്റെ ഫോണിങ്ങെടുത്ത് തന്നേ. രാധിക ആലോചനയോടെ അവളോട് പറഞ്ഞു. ലച്ചി ചേച്ചിയോട് പറയണം. ചേച്ചിയുടെ ഹോസ്റ്റലിൽ വിളിച്ച് പറയണേ അമ്മേ. ചേച്ചിയുടെ നമ്പർ അമ്മയുടെ കയ്യിലുണ്ടോ? ഫോൺ എടുത്ത് അവിടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അഞ്ചു പറഞ്ഞു. നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഹോസ്റ്റലിലെ കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ കൊച്ചിനെ നോക്കിക്കോ. ഇവിടെ നിന്ന് വിളിച്ചാലൊന്നും കേൾക്കാൻ പറ്റില്ല. അഞ്ജുവിനോട് പറഞ്ഞിട്ട് ഫോണുമായി രാധിക മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അവർ പുറത്തേക്ക് പോയതും വാടി തളർന്ന് കിടക്കുന്നവൾ കരുകിയിരുന്ന് അലിവോടെ അവളുടെ തലയിലൊന്ന് തലോടി അഞ്ചു. ലക്ഷ്മി ചേച്ചി എന്തു പറഞ്ഞമ്മേ? ലക്ഷ്മിയോട് സംസാരിക്കാൻ പോയ രാധിക തിരികെ വന്നതും അഞ്ചു തിരക്കി. സമ്മതിച്ചു. അല്ലാതെ അത്രയും ദൂരം ഇങ്ങനെ ഒരാവശ്യമായി പോയ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോൺ പേഴ്സിലേക്ക് വെച്ചുകൊണ്ട് രാധിക പറഞ്ഞു. പാവം, ആ രഞ്ജുവേട്ടൻ അറിഞ്ഞാൽ ആകെ വിഷമാകും. ഇവളെ ജീവനാണ് ആ മനുഷ്യന്. കുഞ്ഞെന്ത് വിളിക്കുന്നത് കേൾക്കണം. എന്തൊരു വാത്സല്യാണോ ആ വിളിക്ക്. എപ്പോഴൊക്കെ കേട്ടിട്ടുള്ള ആ വിളി ഓർത്ത് പറഞ്ഞു അഞ്ചു. അവർ തമ്മിൽ 10-15 വയസ്സ് പ്രായവ്യത്യാസത്തിലെ അതിൻ്റെ ഒരു വാത്സല്യം സ്നേഹവും കരുതലും കൂടെ കാണും ആ വിളിയിൽ. രഞ്ജു ചേട്ടൻ മാത്രമല്ലമേ, 10 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ എങ്കിലും ചിലപ്പോൾ ഒക്കെ ചാടിക്കടിക്കെങ്കിലും എൻ്റെ ചേട്ടനും എന്നോട് ഒരുപാട് ഇഷ്ടമാണ്. അല്ലെങ്കിലും ഇന്ന് നിവിയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ വിഷമം കണ്ടിട്ട് ഏട്ടൻ സമ്മതിക്കില്ലായിരുന്നല്ലോ. രാധിക പറഞ്ഞതിന് അഞ്ചു മേലിൽ നിന്ന് തലയാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആടി, ഞാൻ നിന്റെ ഇഷ്ടങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നത് വെച്ചാണോ മോൾ എൻ്റെ സ്നേഹം വളക്കുന്നത്? അവിടെ വർത്തമാനം കേട്ട് അങ്ങോട്ട് കയറി വന്ന അബി അവളുടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് തിരക്കി. അങ്ങനെയൊന്നും അല്ല ഏട്ടാ. എന്നാലും എൻ്റെ ഏട്ടൻ നിവിയെ കൂട്ടണ്ട എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് വിഷമമാകുമായിരുന്നു. പക്ഷേ ഏട്ടാ സമ്മതിച്ചല്ലോ. അതെന്നോട് സ്നേഹമുള്ളതുണ്ടല്ലേ, അത് പറഞ്ഞതാണ് അമ്മയോട്. അവൻ്റെ തോളിൽ ചാഞ്ഞിരുന്നുകൊണ്ട് അഞ്ചു പറഞ്ഞു. അഞ്ചുമേ, എന്നെ ഹോസ്റ്റലിൽ വിട്ടാൽ മതിയേ. 2 ദിവസം മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുത്തിട്ടേ ഞാൻ ക്ലാസ്സിൽ വരൂ. നീ എനിക്ക് നോട്ട്സൊക്കെ അയച്ചു തരണേ. ഡിസ്ചാർജ് ആയ ഉടനെ എല്ലാം മോദിക്ക് പറക്കി വെക്കുകയായിരുന്ന അഞ്ചിനോട് നിവി ചുമച്ച് അടഞ്ഞു പോയ ശബ്ദത്തിൽ പറഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കോ. നിന്നെ എവിടെ കൊണ്ടുപോയി വിടണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കയ്യിലിരുന്ന ഫ്ലാസ്ക് ബിഗ് ഷോപ്പിലേക്ക് വെച്ചിട്ട് അവളെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് പറഞ്ഞു അഞ്ചു. എൻ്റെ അഞ്ചു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അഞ്ചുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നിവി. എന്ത് കേൾക്കാൻ നിന്നെ?
ഹോസ്റ്റലിൽ വിടുന്നില്ല. 2 ദിവസം നീ എൻ്റെ വീട്ടിൽ നിൽക്ക്. നിനക്ക് എന്താണ് സംഭവിക്കുന്നത് എനിക്കൊന്ന് അറിയണമല്ലോ. പറഞ്ഞുകൊണ്ട് തന്നെ നിവിയുടെ പാറി പറന്ന് അഴിഞ്ഞു കിടക്കുന്ന തലമുടിയൊക്കെ ഒതുക്കി വാരിയെടുത്ത് ക്ലിപ്പിട്ട് കൊടുത്തു പെണ്ണ്. അഞ്ജു, എടി നിന്റെ ഏട്ടൻ ഇഷ്ടാവില്ല ഞാൻ വരുന്നത്. അതുകൊണ്ട് എന്നെ ഹോസ്റ്റലിൽ വിട്ടാൽ മതി അഞ്ജു പ്ലീസ്. അടുത്തിരുന്നവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു നിറഞ്ഞു പോയ കണ്ണുകൾ അവളിൽ നിന്ന് മറച്ചുകൊണ്ട് നിവി പറഞ്ഞു. ഏട്ട സമ്മതിച്ചല്ലോ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. ഇത്രയും വയ്യാത്ത നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവിടാൻ പറയാൻ എൻ്റെ ഏട്ടനെ അത്ര മനസാക്ഷിയില്ലാത്ത ദുഷ്ടനൊന്നുമല്ല. കെറുവോടെ പറഞ്ഞിട്ട് നിവിയുടെ കവിളിൽ ഒന്ന് നുള്ളി അഞ്ജു. എന്നാലും അത് വേണ്ട അഞ്ജുമ. മുഖം കുനിച്ചിരുന്ന് വല്ലായ്മയുടെ നിവി പറഞ്ഞു. അത് വേണം അഞ്ജുമ. എൻ്റെ പെണ്ണെ, നീ നിന്റെ ഈ ദുരഭിമാനം കളഞ്ഞിട്ട് സന്തോഷത്തോടെ എൻ്റെ കൂടെ വന്നേ. അവളുടെ വല്ലാതെ ക്ഷീണം തോന്നിക്കുന്ന മുഖമൊക്കെ നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചു കൊടുത്തിട്ട് അഞ്ജു ഒരു കളിയാക്കി ചിരിയോടെ പറഞ്ഞു. എടി, ഞാൻ കണ്ട എല്ലാവർക്കും ബുദ്ധിമുട്ടായി അല്ലേ? നനഞ്ഞ മിഴികളോടെ നിവി ചോദിച്ചു. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. നിന്റെ അവസ്ഥയിൽ ഞാനാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നീ എന്നെ ഒറ്റയ്ക്കാക്കുമോ? അവളുടെ മുഖം പിടിച്ചുയർത്തി ആ കണ്ണുകളിലേക്ക് നോക്കി അഞ്ജു ചോദിച്ചു. ഇല്ല, ഒരിക്കലുമില്ല. നിവിക്കത് പറയാൻ ഒട്ടുമേ ആലോചിക്കേണ്ടി വന്നില്ല. ആണല്ലോ, അപ്പം അതേ ഞാനും ചെയ്യുന്നുള്ളൂ. അവളുടെ കവളിൽ കൈ ചേർത്ത് വെച്ച് പറഞ്ഞു അഞ്ജു. കഴിഞ്ഞില്ലേ ഒരുക്കം, നമുക്ക് പോയാലോ? സച്ചിൻ ഓട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. ചാരിയിട്ടിരുന്ന വാതിൽ തുറന്ന മുറിക്കുള്ളിലേക്ക് കയറുന്ന അബി ഇരുവരോടുമായി തിരക്കി. ഇവിടെ എല്ലാം എടുത്തു വെച്ചു ഏട്ടാ. അമ്മ എവിടെ? നിവി അവന്റെ മുഖത്തേക്ക് നോക്കി. താഴെയുണ്ട്, ഫാർമസിയിൽ നിന്ന് മെഡിസിൻ വാങ്ങിയിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു ഞാൻ. വീണ്ടും എന്തിനാ ഇങ്ങോട്ട് കയറി വരുന്നത്? നിവിയെ ബെഡിൽ നിന്ന് ഇറക്കാൻ സഹായിച്ചോണ്ടെന്ന അഞ്ജുവിനോട് പറഞ്ഞിട്ട് അവൻ ബാഗൊക്കെ എടുത്ത് ബെഡിലേക്ക് വെച്ചു. നമുക്ക് പോവാട്ടാ. അഞ്ജു അബിയുടെ കയ്യിലിരുന്ന് ചെറിയ കവർ വാങ്ങിക്കൊണ്ട് പറഞ്ഞു. അവൻ അതിനൊന്നും മൂളിയതും ഒട്ടും ശക്തിയില്ലാതെ ആടി നിൽക്കുന്ന അഞ്ജുനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിവി മുറുക്കി പുറത്തേക്ക് ഇറങ്ങി. ഇതെന്താ ഈ കിടന്നാടുന്നത്? നീ മാർക്കി അഞ്ജു, ഞാൻ പിടിച്ചോളാം. ഇല്ലെങ്കിൽ ഇതിപ്പോ താഴെ പോകും. കുഴഞ്ഞു തളർന്നു പോകുന്ന നിവിയെ കണേ അതുവരെ തോന്നി ഇഷ്ടക്കേട് മറന്നുകൊണ്ട് അബി പറഞ്ഞു. വേണ്ട, നിവി വെപ്രാളത്തോടെ പറഞ്ഞു. എന്നാ പിന്നെ ഇവിടെ വീണ് കിടക്ക്. ഇവിടെയുള്ളവർ വീണ്ടും പിടിച്ച് ട്രിപ്പ് ഇട്ട് കിടത്തും. കനത്ത മുഖത്തോടെ അബി പറഞ്ഞു. ശരിയടി, നിന്നെ ഏട്ടൻ പിടിച്ചോളും, അതാ നല്ലത്. എങ്ങനെ നിനക്ക് തല കറങ്ങിയാൽ ഏട്ടന്റെ കയ്യിലാണെങ്കിൽ നീ നിലത്ത് പോകില്ല. അബിയുടെ അടുത്ത് അവളെ ഏൽപ്പിച്ച് അവന്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി എടുത്തുകൊണ്ട് അഞ്ജു പറഞ്ഞു. എടി ഞാൻ അഞ്ജു. നിവി ഒരു പിടച്ചിലോടെ വിളിച്ചു. നീ വാവണേ, ഇനിയിപ്പോ ലിഫ്റ്റിൽ കയറി പോവുമല്ലേ നമ്മൾ. അവന്റെ കയ്യിൽ ബാഗം വാങ്ങി മുന്നിൽ നടക്കുമ്പോൾ ചുണ്ടിൽ വിരിഞ്ഞ മനോഹരമായ ചിരിയോടെ അഞ്ജു പറഞ്ഞു. നിവിയെ ചുമലിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്തുകൊണ്ട് ലിഫ്റ്റിൽ കയറുമ്പോൾ വയ്യാതെ ഒരാളെ സഹായിക്കുന്ന ഫീൽ അല്ലാതെ മറ്റൊന്നും അബിയുടെ ഉള്ളിൽ ഇല്ലായിരുന്നുവെങ്കിലും നിവിയുടെ ദേഹം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഏട്ടാ, അവളെ എടുത്തുകൊണ്ട് വരുമോ? നീ വിറയ്ക്കുന്നുണ്ട് പെണ്ണ്. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിരിഞ്ഞിരുന്ന കുറുമ്പോടെ പറഞ്ഞു അഞ്ജു. വേണ്ട, ഞാൻ നടന്നോളാം. വിറച്ചുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞവളെ തറപ്പിച്ച് നോക്കിയിട്ട് തൂക്കിയെടുത്ത് പുറത്തേക്ക് നടന്നു അബി. ഗേറ്റിന് പുറത്ത് ഓട്ടോയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഫോൺ തോണ്ടിയിരുന്നവൻ അബിയുടെ വരവ് കണ്ട് ഒരു ഞെട്ടലോടെ പിടഞ്ഞെഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി. അങ്ങോട്ട് നീങ്ങി അകത്തേക്കിരുന്നു. നിവിയെ സീറ്റിലേക്ക് ഇരുത്തിയിട്ട് കടുത്ത ശബ്ദത്തിൽ പറഞ്ഞു അബി. നിവി ആവട്ടെ ഒരക്ഷരം പോലും മിണ്ടാനാവാതെ വിറയിലൂടെ അറ്റത്തേക്ക് നീങ്ങിയിരുന്നു. വായും തുറന്നു നിൽക്കാതെ വണ്ടി എടുക്കട, ഞാൻ പിന്നാലെയുണ്ട്. രാധികയും മഞ്ജുവും കൂടെ ഓട്ടോയിൽ കയറിയത് കണ്ടതും വായും തുറന്ന് തന്നെ നോക്കി നിന്നവനോട് ഒറ്റ അലർച്ചയായിരുന്നു അബി. അയ്യോ, എന്റെ കാതടിച്ചു പോയി. നിനക്കൊന്ന് പതുക്കെ പറഞ്ഞു വിടണമെന്നറി. ചെവിയിൽ കൈവച്ച് പറഞ്ഞിട്ട് അബിയെ നോക്കി പല്ലും കടിച്ച് സച്ചിൻ ഓട്ടോയിലേക്ക് കയറി. ഇത് നമ്മുടെ ടൗണിൽ മാങ്ങലും ഇലക്ട്രിക്കൽ ഷോപ്പ് നടത്തിയിരുന്ന ചേട്ടന്റെ അനിയത്തിയല്ലേ രാധുമേ? മുഖം തിരിച്ച് നിവിയൊന്ന് നോക്കിയിട്ട് സച്ചിൻ തിരക്കി. നിവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാധിക മോളി. സച്ചേട്ടന് അറിയോ ഇവളേട്ടനെ? അഞ്ജു ആകാംക്ഷയോടെ തിരക്കി. പിന്നെ അറിയാതെ, ആ ഷോപ്പിന് മുന്നിലല്ലേ ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡ്. ഞാൻ ഈ കൊച്ചിനെ അവിടെ വച്ചൊക്കെ കണ്ടിട്ടുണ്ട്. എന്തോ ആലോചനയിൽ രാധികയുടെ ദേഹത്തേക്ക് ചേർന്ന് നിറം വീഴ്ചയോടെ ഇരിക്കുന്നവളെ ഒന്നുകൂടെ നോക്കി പറഞ്ഞിട്ട് സച്ചിൻ വണ്ടി മുന്നോട്ടെടുത്തു. സത്യം പറഞ്ഞു അബി, ആ പെണ്ണിനെ നീ എന്തിനാ പൊക്കി എടുത്തുകൊണ്ട് വന്നത്? എന്നോട് പറയത്ത ആ രഹസ്യം മോൻ വേഗം പറഞ്ഞു. ചേട്ടൻ കേൾക്കട്ടെ. വൈകിട്ട് അമ്പലത്തിന് മുന്നിലെ ആൾത്താറിലിരുന്ന് അതിന് മുന്നിലെ ഗ്രൗണ്ടിൽ പലതരം കളികളിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടിപ്പട്ടാളങ്ങളെ നോക്കി കപ്പലണ്ടി കുറിച്ചുകൊണ്ടിരിക്കുന്ന അബിയുടെ തോളിൽ തല്ലിക്കൊണ്ട് സച്ചിൻ തിരക്കി. എന്ത് രഹസ്യം? അത് അഞ്ജുവിന്റെ അടുത്ത ഫ്രണ്ടാണ്. ഞാനെന്ന് പറഞ്ഞില്ലേ അവളെ ചേട്ടന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യമൊക്കെ. ഇന്നിപ്പോ പനിയാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അഞ്ജു വിളിച്ചു പറഞ്ഞു. അങ്ങനെ ചെന്നുപെട്ടതാണ്. ഒടുവിൽ നിന്റെ ആ തലതെറിച്ച പെണ്ണിന് വാശി, അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പനി മാറിയിട്ട് വിടാമെന്ന്. അങ്ങനെ കൊണ്ടുവന്നതാണ്. അബി നിസ്സാരമായി പറഞ്ഞു തീർത്തു. കാര്യം നീ പറഞ്ഞതൊക്കെ ഓക്കെ, പക്ഷെ അതിനെ എടുത്തുകൊണ്ട് വരേണ്ട ആവശ്യം അതെന്തായിരുന്നു മോനെ അഭിജിത്തെ? അബിയുടെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കിയിരുന്നുകൊണ്ട് സച്ചിൻ തിരക്കി. അത് പിന്നെ ആ പെണ്ണിന് തീരെ വയ്യായിരുന്നു. പനിയുടെയാണെന്ന് തോന്നുന്നു. ആകെ വിറയിൽ എങ്ങാനും നിലത്ത് വീണുപോയാൽ വീണ്ടും അവിടെ പിടിച്ചു കിടത്തും. അപ്പം ഞങ്ങളും കൂടെ ബുദ്ധിമുട്ടേണ്ട. അതുകൊണ്ടാണ് പൊക്കി എടുത്തുകൊണ്ട് വന്നത്. അല്ലാതെ അതിന് നീ വേറൊന്നും ചിന്തിച്ചു കൂട്ടണ്ട.
ആകെ ഒരു ചിരിയോടെ തലയാട്ടിക്കൊണ്ടിരുന്നവൻ്റെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് അഭി പറഞ്ഞു, ഞാനതിനെന്ത് വിചാരിച്ചു? സ്വന്തം പെണ്ണെ കോരി എടുത്തുകൊണ്ട് വരുന്ന പോലെ നീ ആ പെണ്ണിനെ പൊക്കി എടുത്തുകൊണ്ട് വന്നത് കണ്ടിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. അടക്കി പിടിച്ചൊരു ചിരിയോടെ സച്ചിൻ പറഞ്ഞു, നിന്റെ ഈ ചിരിയും തലയാട്ടിലും ഒക്കെ കണ്ടാൽ എന്തൊക്കെയോ കുരുട്ടി ഈ തലയിൽ മുളച്ചിട്ടുണ്ടെന്ന് തോന്നാമല്ലോടാ തേണ്ടി. നീ കൂടുതൽ വിളഞ്ഞാൽ എൻ്റെ അഞ്ജുന് ഞാൻ വേറെ ചെക്കനെ തപ്പും. അവൻ്റെ തലമുടി ഒന്ന് പിന്നിലേക്ക് വലിച്ചുകൊണ്ട് അഭി പറഞ്ഞു, ഓ ഞാനെന്തെങ്കിലും ചോദിച്ചാൽ അല്ലെങ്കിൽ ചിരിച്ചാലൊക്കെ എൻ്റെ തലയിൽ കുരുട്ട്. പിന്നെ ഞാനും ചിന്തിച്ചിട്ടുമില്ല, നിന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. എൻ്റെ പെണ്ണിനെ എനിക്കങ്ങ് തന്നേക്കണം. ആ ഭാഗം തൊട്ടുകളി വേണ്ട മോനെ. അഭി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ കുറവോടെ പറഞ്ഞിട്ട് മുഖം തിരിച്ചിരുന്നു സച്ചിൻ. നീ വേറൊന്നും ചിന്തിച്ചില്ലെങ്കിൽ പോട്ടെ, ഞാൻ പറഞ്ഞത് വിട്ടേക്ക്. സച്ചിൻ്റെ അടുത്തിരുന്ന് അവൻ്റെ തൊള്ളിയുടെ കൈയിട്ടുകൊണ്ട് പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചു അഭി പറഞ്ഞു, എടി നിവി വലതുകാൽ വെച്ച് കയറിക്കോ. നീ ഇവിടെ ആദ്യമായിട്ട് വരികയല്ലേ? ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് നിവിയുടെ കൈയും പിടിച്ച് കൂട്ടുമ്പോൾ ചുണ്ടിൽ ഒളിപ്പിച്ചൊരു ചിരിയുടെ മുന്നേ പോകുന്ന രാധിക കേൾക്കാതെ അഞ്ജു പറഞ്ഞു, അതെന്തിനാ വലതുകാൽ വെച്ച് കയറുന്നത്? ആദ്യമായി വരുന്നെന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടോ? മെല്ലെ ചോദിച്ചോണ്ട് നിവി അവളെ നോക്കി. അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ വലതുകാൽ വെച്ച് കയറി വേണേ. നിന്റെ കാൽ ഭാഗ്യം കൊണ്ട് എൻ്റെ വീണ് എന്തെങ്കിലും ഭാഗ്യം വരുവാണെങ്കിൽ വരട്ടെ. എൻ്റെ കാൽ പതിഞ്ഞ ഭാഗ്യമല്ല അഞ്ജു, നിർഭാഗ്യമാവും ഉണ്ടാവുക. വേദനയും വിഷമവും ഒക്കെ നിറഞ്ഞ ശബ്ദത്തിൽ നിവി പറഞ്ഞു, ഒന്ന് പോയിടി വേണേ, നീ വലതുകാൽ വെച്ച് കയറ്. ഞങ്ങൾക്ക് വരുന്ന നിർഭാഗ്യം ഞങ്ങളങ്ങ് സഹിച്ചു. അഞ്ചോളം ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതോടെ പിന്നെ എതിർപ്പൊന്നും പറയാതെ അവളെ ആഗ്രഹം പോലെ നിവി വലതുകാൽ വെച്ച് ആ വീടിൻ്റെ പടി കയറി. എന്തെങ്കിലും വാങ്ങാനുണ്ടോ അമ്മേ? ഞാൻ സച്ചിൻ ഇവിടെ പുറത്തേക്കൊന്ന് പോവാണ്. വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങാൻ നേരം അഭി രാധികയുടെ അടുത്തേക്ക് വന്ന് തിരക്കി. കുറച്ച് പൊടിയേരിയും പാലും വാങ്ങിയ മതി അഭി. കഴുകാനുള്ള തുണികൾ എടുക്കുന്നതിനിടയിൽ രാധിക പറഞ്ഞു, പൊടിയേരിയോ? അവൻ അതെന്തിനെന്ന ചോദ്യഭാവത്തിൽ അവരെ നോക്കി. അതാ കൊച്ചിന് രാത്രി ഇത്തിരി കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാം. വൈകിട്ട് ബ്രെഡും കട്ടയും കഴിച്ചതല്ലാതെ അതേപടി ഛർദ്ദിച്ചു. അതിൻ്റെ തള്ളി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ നോക്കേണ്ട കുഞ്ഞാണ്, അതിന് ഭാഗ്യമില്ലാതെ പോയി. തുണികൾ സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ച് കൈ കഴുകിക്കൊണ്ട് അവർ പറഞ്ഞു, ഞാൻ വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വന്നേക്കാം. അവർ പറഞ്ഞതും കേൾക്കാൻ വലിയ താല്പര്യമില്ലാതെ പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഏട്ടനും മേടത്തെയും ഒക്കെ വിളിച്ചോ മോളെ? അഞ്ജുവിൻ്റെ മുറിയിൽ അവളുടെ ബെഡിൽ കിടക്കുകയായിരുന്നു നിവിയോട് ചോദിച്ചിട്ട് നെറ്റിയിൽ ചൂടുണ്ടോ എന്ന് തൊട്ട് നോക്കി രാധിക. എനിക്ക് പനിയാണെന്നും ഞാൻ ഇവിടെയാണെന്നും ഏട്ടനോട് പറഞ്ഞിട്ടില്ല. ഏട്ടൻ അറിഞ്ഞ സങ്കടമാകും, അതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിലാണെന്ന പോലെ സംസാരിച്ചാൽ മതി എന്നാണ് ഏട്ടത്തെയും പറഞ്ഞത്. നിവി മെല്ലെ എഴുന്നേറ്റിരുന്നുകൊണ്ട് പറഞ്ഞു, നിന്റെ ശബ്ദം കേട്ടിട്ട് നിന്റെ ഏട്ടന് സംശയമൊന്നും തോന്നിയില്ല നിവി? ചോദിച്ചുകൊണ്ട് എഴുതിക്കൊണ്ടിരുന്ന ബുക്ക് അടച്ചു വെച്ചിട്ട് അവൾക്ക് അടുത്ത് വന്നിരുന്നു അഞ്ജു. ചോദിച്ചു. ഞാൻ പറഞ്ഞു ഐസ്ക്രീം കഴിച്ചതുകൊണ്ട് ശബ്ദം അടഞ്ഞു പോയതെന്ന്. അത് പിന്നെ നിനക്ക് തണുപ്പ് കഴിച്ചാൽ സ്ഥിരം ആ തൊണ്ടടുപ്പ് പരിപാടി ഉള്ളതുകൊണ്ട് ഏട്ടൻ വിശ്വസിച്ച് കാണും അല്ലേ? അഞ്ച് ചിരിയോടെ ചോദിച്ചതും നിവി ചെറിയൊരു ചമ്മലോടെ തലയാട്ടി. അമ്മേ, ഇവളെ കൊണ്ടല്ലോ തണുപ്പ് പറ്റില്ല, ഇത്തിരി ചൂട് കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയാൽ ഞാൻ ചായ കുടിച്ച ശേഷം ആ ഗ്ലാസ് വാങ്ങി ഇവിടെ ചായ പച്ചവെള്ളം പോലെ തണുപ്പിച്ചാണ് കുടിക്കുക. ആകെ മൊത്തം ഈ കുഞ്ഞി പിള്ളേരെ പോലെയാണ്. അഞ്ചു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് രാധികയോട് പറഞ്ഞു. അഞ്ചു പറയുന്നത് കേട്ട് ചൂളി പതുങ്ങി ചിരിച്ചുകൊണ്ടുള്ള ഇവിടെ ഇരിപ്പ് കാണി രാധികയ്ക്ക് അവളോട് വല്ലാത്തൊരു വാത്സല്യമോ സ്നേഹമോ ഒക്കെ തോന്നിപ്പോയി. അതൊക്കെ ഓരോ ശീലമാണ് അഞ്ജു. മോൾക്ക് കുഞ്ഞിലെ ആരും ചൂടും തണുപ്പും ഒന്നും കൊടുത്ത് ചിരിച്ചിട്ടുണ്ടാവില്ല. അതാണ്. അതിന് നീ എന്തിനാ എൻ്റെ കൊച്ചിനെ കളയൊക്കൊന്നും വേണ്ട കേട്ടോ. അവർ നേരത്തൊരു ചിരിയോടെ ഇരിക്കുന്നവളെ കവളിൽ അരങ്ങിയെടുത്താൽ ഓടിക്കൊണ്ട് പറഞ്ഞു. ഓ, ഇപ്പം അമ്മയും മോളും ഒന്നായി, ഞാൻ പുറത്തും. അമ്മയ്ക്ക് നിവി ഒരുപാട് ഇഷ്ടമാണെന്ന അറിവിൽ ഉള്ളു നിറഞ്ഞ സന്തോഷത്തോടെ കള്ളക്കറിവോടെ അഞ്ജു പറഞ്ഞു. അയ്യോ, അങ്ങനെയൊന്നുമില്ലടി. കുറുമ്പോടെ പറഞ്ഞിട്ട് കള്ളപ്പിണക്കത്തിൽ നോക്കുന്ന അഞ്ജുവിൻ്റെ കയ്യിൽ പിടിച്ച് വേവലാതിയോടെ പറഞ്ഞു നിവി. എൻ്റെ പൊന്നുമോളെ, ഞാൻ വേറെ ആരോടും ഇത്തിരി അടുപ്പം കാട്ടിയാലും ഈ പെണ്ണ് കുശുമ്പ് കുതും. അതിപ്പോൾ ആര്യോടായാലും അബിയോടായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. രാധിക ചിരിയോടെ അഞ്ജുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. എന്നാലേ എനിക്കമ്മ ഇവളെ എത്ര സ്നേഹിച്ചാലും കുശുമ്പ് വരില്ല. അഞ്ജു അവിടെ മടിയിൽ ചാഞ്ഞ് കിടന്നുകൊണ്ട് പറഞ്ഞു. അതെന്താ ഇപ്പം നിവിമോളോട് നിനക്ക് കുശുമ്പ് വരാത്തത്? അതൊക്കെ രഹസ്യമാണ്. ഞാൻ അതിൻ്റെ കാരണം പിന്നീട് ഒരിക്കൽ പറയാം എൻ്റെ രാധൂട്ടി. രാധികയുടെ കവൾ സ്നേഹത്തോടെ നുള്ളി വിട്ടുകൊണ്ട് അഞ്ജു പറഞ്ഞു. ആ അമ്മയുടെയും മക്കളെ സ്നേഹപ്രകടനങ്ങൾ കാണേ നേരത്തൊരു ചീച്ചയോടെ അവരെ നോക്കിയിരുന്നു നിവി. എന്താ വിമലെ, എന്തിനാ വിളിച്ചേ? ഫോൺ എടുത്ത പാടെ വിമലയാണ് എന്ന് കണ്ടതും അടുക്കളയ്ക്ക് പിന്നിലെ മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് അടക്കിയ ശബ്ദത്തിൽ ചോദിച്ചു മാലതി. എൻ്റെ മാലതി, നീ എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടണേ? ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ആ പെണ്ണെ എന്നേക്കുമായി ഒഴിവാക്കാൻ അവസരം വന്നു ചേരും. നീ എൻ്റെ കൂടെ നിൽക്കണമെന്നും വിമല അടക്കാൻ കഴിയാത്ത സന്തോഷത്തോടെ ചോദിച്ചു. ഓവ്, അതൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഉടനെ എന്ത് അവസരം ഉണ്ടായെന്നാണ് പറഞ്ഞു വരുന്നത്? നിന്നെടുത്തതും തിരിഞ്ഞ് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വീണ്ടും ഫോൺ ചെവിയിലേക്ക് ചേർത്ത് വെച്ച് ചോദിച്ചു മാലതി. ദൈവം നമ്മുടെ കൂടെയാണ് മാലതി, അതുകൊണ്ടാണ് കൈ ഉടനെ നമുക്ക് അതിനുള്ള അവസരം കിട്ടിയത്. വിമല ചിരിയോടെ പറയവേ എന്തിനെന്നറിയാത്തൊരു പേടി തോന്നി മാലതിക്കും. വിമലെ, എന്താണെന്ന് കാര്യം പറയേ? നേർത്തൊരു വിറയലോടെ മാലതി പറഞ്ഞു.
ആ പെണ്ണിലെ നിവി അതിപ്പോൾ ഹോസ്റ്റലല്ല മാലതി. പിന്നെ വിമല ബാക്കി പറയുന്ന കേൾക്കാനുള്ള ത്വരയോടെ അവർ തിരക്കി. ഒരു പീഡന കേസിലെ പ്രതിയുടെ വീട്ടിലാണ് ആ പെണ്ണിപ്പോൾ ഉള്ളത്. വിമല ആഹ്ലാദത്തോടെ പറഞ്ഞു. ഏത് പീഡന കേസ്? എവിടെയുള്ള ആളാണ്? മാലതി വെപ്രാളത്തോടെ തിരക്കി. എൻ്റെ മാലതി, കുറച്ച് കാലം മുൻപ്, അതായത് ഒരു 2 വർഷമൊക്കെ ആവും, ഒരു വാർത്ത പത്രത്തിലും ഫോണിലുമൊക്കെ നമ്മൾ കണ്ടില്ലേ? പീഡന കേസ്. ആ ചെറുക്കിൻ്റെ പേര് വായിൽ വരുന്നില്ലല്ലോ. നെറ്റിന്ന് ചൊറിഞ്ഞുകൊണ്ട് വിമല ആലോചിച്ചു. അഭിജിത്ത് എന്നാണ് എന്ന് തോന്നുന്നു വിമല. എനിക്ക് ഓർമ്മയുണ്ട്. വിമല ആലോചനയ്ക്കിടയിൽ മാലതി ഓർമ്മിച്ചെടുത്ത് പറഞ്ഞു. അത് തന്നെ, ഇവിടെ അടുത്ത് തന്നെയാണ് അവരിപ്പോൾ താമസം. വിമല നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. അല്ല, അത് ആ പീഡന കേസ് കള്ളക്കേസാണെന്ന് പിന്നീട് വാർത്തയൊക്കെ വന്നതല്ലേ? മാലതി ആലോചനയോടെ തിരക്കി. അതൊക്കെ ശരിയോ തെറ്റോ ആവട്ടെ, ആ കേസിന് മുൻപ് അവനൊരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒടുവിൽ 3-4 ദിവസം ഒരുമിച്ച് പുറത്തു കഴിഞ്ഞു. ഈ കേസ് വന്നതോടെ ആ പെണ്ണെല്ലാം ഇട്ടെറിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ പെണ്ണ് പിടിയനായ ഒരുത്തൻ താമസിക്കുന്ന വീട്ടിൽ അവനൊപ്പം കഴിഞ്ഞ പെണ്ണിനെ ഇനി ആര് കൈയേൽക്കും? വിമല വൃത്തികെട്ടൊരു ചിരിയോടെ മാലതിയോട് തിരക്കി. അതിനിപ്പം നമുക്കെന്താ വിമല ചെയ്യാൻ പറ്റുന്നത്? അല്ലെങ്കിലും ആ പെണ്ണ് അവനൊപ്പം കഴിഞ്ഞെന്ന് നമ്മൾ ആര് വിശ്വസിക്കും? അവർ ഉദ്ദേശിക്കുന്ന എന്തെന്ന് മനസ്സിലായെങ്കിലും തെല്ലൊരു ആശങ്കയോടെ അതിലേറെ ആരെങ്കിലും അറിയുമോ എന്നൊരു ഭയത്തോടെ മാലതി തിരക്കി. എന്താ ചെയ്യാൻ പറ്റാത്തത്? ആ പെണ്ണ് പിടിനും ഈ പെണ്ണുമായിട്ട് മോശം ബന്ധമുണ്ടെന്നും അതുകൊണ്ടാണ് എൻ്റെ മോൻ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതെന്നൊക്കെ അങ്ങ് പറഞ്ഞു പറഞ്ഞു. ഇപ്പോൾ ആ പെണ്ണ് ആ വീട്ടിലുള്ളത് നമുക്ക് നല്ലതാണ്. അതിന് പറ്റിയ ആളോട് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നീയും എല്ലാവരോടും പറയണം, പ്രത്യേകിച്ച് നിന്റെ മരുമകനോട്. അതെന്നാ അറിയാനാണ് ഞാൻ വിളിച്ചത്. വിമല ആഹ്ലാദത്തോടെ പറഞ്ഞു. അല്ല, ആ പെണ്ണ് അവൾ എന്തിനാ വിമലെ ഹോസ്റ്റലിൽ നിന്നും അങ്ങോട്ട് മാറിയത്? പെണ്ണിന് പനിയാണെന്നാണ് ഇവിടെ ദിവാകരേടൻ പറഞ്ഞത്. ആ ചെക്കൻ്റെ അനിയത്തി പെണ്ണ് നിവിടെ കൂട്ടുകാരിയാണ് ആ വഴിക്ക് വീട്ടിലെത്തിയതെന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. പക്ഷേ നമ്മൾ ആ പനിയങ്ങ് വിഴുങ്ങും മാതി. പകരം അതൊരു ആഘോഷനാണെന്ന് പറഞ്ഞങ്ങ് പറത്താനുള്ള വകുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ റേഡിയോ നാണിത്തിളക്കി. വല്ലാത്തൊരു ഹരം നിറഞ്ഞ ശബ്ദത്തിൽ വിമല പറയേ അവർക്കൊപ്പം നിൽക്കണോ വേണ്ടയോ എന്നുള്ള ചിന്തയിൽ ഫോണുമായി വീണ്ടുള്ളേക്ക് കയറിപ്പോയി മാലതി.